Hi everyone. അപ്പം ഞങ്ങൾ ഇന്ന് മൗണ്ട് ബട്ടൂറിൻ്റെ ട്രെക്കിന് വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പം രാവിലെ 2:30 നമ്മൾ എണീറ്റ് നമ്മുടെ ഡ്രൈവർ ഓക്ക നമ്മളെ വിളിച്ച് ചിന്താമണി വഴി ഇവിടെ മൗണ്ട് ബട്ടൂറിന് വേണ്ടിയിട്ട് ട്രെക്കിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം 4 മണിയായി. ഇപ്പം നമ്മൾ ബേസ് ക്യാമ്പിൽ വന്നു ഒന്ന് ഫ്രഷായി വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെക്ക് പോയിന്റിൽ പോയിട്ട് ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞങ്ങളെ മൗണ്ട് ബട്ടൂറിൻ്റെ ട്രെക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാം. എങ്ങനെ ട്രെക്ക് സ്റ്റാർട്ട് ആവുന്നത്, എങ്ങനെ എവിടെ എന്തുവാണ്. നല്ല ബ്യൂട്ടിഫുൾ ട്രെക്കാണ്. എന്നാൽ പിന്നെ നേരം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്കോട്ട് കിടക്കാം. എൻ്റെ പേര് നിതിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചില ആൾക്കാർ ബേസ് ക്യാമ്പ് തൊട്ടേ നടന്നു പോകുന്നുണ്ട്. നമ്മളിപ്പം ഇത് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ടൂറും, അതായത് 2-3 സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ വീഡിയോയിൽ നമ്മൾ ആകെ കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐജനല്ല മൗണ്ട് ബട്ടൂറിൻ്റെ ട്രെക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സൺറൈസ് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു സൺറൈസാണ്. നിങ്ങൾ ബാലി വരുന്നെങ്കിൽ ഈ മൗണ്ട് ബട്ടൂറിൻ്റെ ട്രെക്ക് ഡെഫിനറ്റായിട്ട് ചെയ്യണം. അത്രയ്ക്ക് നല്ലൊരു വലിയ അടിപൊളി ട്രെക്കാണ്. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ ഹാഫ് വേ പോയിന്റ് ആയിട്ടുണ്ട്. 4 മണിക്ക് കയറിയതാ. ഇപ്പം സമയം ഏകദേശം 5:10 ആയിട്ടുണ്ട്. 4:10 5:10 എത്താന് ഭയങ്കര കഷ്ടമായിരുന്നു കയറാൻ. നല്ല എലിവേഷനാണ്, റോഡും അത്ര നല്ല എലിവേഷനാ. നല്ല നല്ല വലിയ കല്ലുകളാ. അപ്പൊ കല്ലുകൾ കയറി പരന്ന് കയറ്റമല്ല, കല്ലിൽ കൂടെ ഉള്ള ഒരു കയറ്റമാണ്. ഇച്ചിരി ഹാർഡാണ്, പക്ഷെ ചെയ്യാൻ പറ്റുന്നതാണ്. പതുക്കെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എടുക്കാൻ പറ്റത്തില്ല, ഒന്ന് ബാലൻസ് ചെയ്യാനേ കിട്ടത്തില്ല. പിന്നല്ല ഇതിന്റെ കാര്യം. പിന്നെ 2 സൈഡിലും കുഴിയാൻ തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനേ പേടിയാ. ഞങ്ങളപ്പം ഇനിയിപ്പം ഇവിടുന്ന് ഒരു 20 മിനിറ്റില് അടുത്ത പോയിന്റ് എത്തും. അതാണ് ഫൈനൽ പോയിന്റ്. ഇവിടെ ഇപ്പം റെസ്റ്റിംഗ് പോയിന്റ് ആണ്. കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞൂടാ. ഇപ്പൊ ആ വഴി അങ്ങനെ പോണം. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ മൗണ്ട് ബട്ടൂറിന്റെ പ്രോപ്പർ ക്രേറ്റർ വരെ വന്നു. 1.717 മീറ്റേഴ്സ് ആണ് ഈ ക്രേറ്ററിന്റെ ടോട്ടൽ ഹൈറ്റ്. ഇപ്പൊ ഇതിന് മുകളിൽ ഇച്ചിരി സൺറൈസ് പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ സൺറൈസ് പോയിന്റിലേക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു 20 മിനിറ്റ്സും കൂടെ നടക്കാനുണ്ടെന്നാ പറയുന്നത്. നല്ല അടിപൊളി ട്രെക്കാണ്. നല്ല തണുത്ത കാറ്റും നല്ല രസമുണ്ട്. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ മുകളിൽ വരെ എത്തി. എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറത്തെ ട്രെക്കുണ്ട്. കറക്റ്റ് 1.5 മണിക്കൂറുണ്ട്. അത്ര പാടല്ല, ഇജേന്റെ മാതിരി അത്ര പാടൊന്നുമല്ല. ഭയങ്കര പീസ്ഫുള്ളുമാണ്. ഇജേന്റെ എന്ന് വെച്ചാൽ ഇങ്ങനെ എലിവേഷൻ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ മെല്ലെ പിച്ച അങ്ങനെ നടന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇതെന്ന് വെച്ചാൽ സ്റ്റെപ്സ്, അത് നല്ല സ്റ്റെപ്സും അല്ല, ഇത് മണ്ണിന്റെ തന്നെ സ്റ്റെപ്സ്. അപ്പൊ അതിൽ കുറെ ഉരുണ്ട കല്ലുകളുണ്ട്, ചെറിയ ചെറിയ കല്ലുകളുണ്ട്, സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കി വേണം നടക്കാൻ. അത്രയും ഹൈറ്റിൽ നടക്കാനില്ല, കുറവ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എന്താ കാലെടുത്തെടുത്ത് വെച്ച് നടക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളിവിടെ നേരത്തെ വന്നോണ്ട് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മേലെ വന്നപ്പോ അവര് നമ്മൾക്ക് ഒരു മാറ്റ് വിരിച്ചു തന്നു. നമ്മളിപ്പോ അതിൽ ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. ഈ ട്രെക്കിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് ഇപ്പൊ എത്ര കോസ്റ്റ് ആയി, നമുക്ക് എന്തെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു, അതെല്ലാം നമ്മൾ പതുക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് നല്ല ഒരു വിരിപ്പൊക്കെ വിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട്.
ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. Okay, this is with banana inside, yeah? Yeah. Thank you. You want some hot drink also? Hot drink, hot chocolate. Hot chocolate? Yes. Two hot chocolates. നമ്മൾക്ക് ഇവര് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഇവിടെ വന്ന് ചോദിച്ചപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞു ഇല്ലെന്ന്. അപ്പം ഞങ്ങൾക്കൊരു കൺഫ്യൂഷനായി, ഉണ്ടോ ഇല്ലയോ, കാശ് പറഞ്ഞത്ര തന്നെയാണ് നമ്മൾ ഓക്കെ പറഞ്ഞത്. അപ്പോൾ പോയി ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞില്ലെന്ന്. അപ്പം വീണ്ടും നമ്മൾ ആരോ ആയിട്ടാണോ നമ്മൾ കണക്ട് ചെയ്ത് അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഉണ്ടെന്ന് പറഞ്ഞു. അതും അയാൾ ഈ സമയത്ത് എണീറ്റ് നമ്മളെ ഫോൺ വിളിച്ച് ക്ലാരിഫൈ ചെയ്ത് നമുക്കൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് അല്ലേ. അല്ലാതെ അയാൾ ഫോൺ എടുക്കാതിരിക്കോ ഇല്ല എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ടൊരു ഇല്ല വില കൂട്ടി പറയുക അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നു. പറഞ്ഞു ശരിയായ രീതിയിൽ തന്നെ പോയി. അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് ബനാന ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബനാന ഉണ്ട്, മുട്ട ടോസ്റ്റ് ഉണ്ട്, 2 ബോയിൽഡ് എഗ് ഉണ്ട്. അടിപൊളി. പിന്നെ എന്ത് വേണം, കുന്നിന്റെ മണ്ടയ്ക്ക് ഇരുന്നോണ്ട് സൺറൈസ് ആണെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഐജിന്റെ ഒരു എക്സ്പീരിയൻസേ അല്ല, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. രണ്ടും 2 തരമാണ്. ഐജിൻ ഇച്ചിരി കൂടി റിമോട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ബട്ടൂർ എന്ന് പറയുന്നത് എല്ലാം ഭയങ്കരമായിട്ട് ഈസിലി ആക്സസിബിൾ ആണ്. ഇജൻ എന്ന് പറയുന്നത് ഒരു ഇച്ചിരി കൂടി റിമോട്ടാണ്, ഇച്ചിരി കൂടെ പാടാണ്. നല്ല സ്റ്റീപ്പ് എലിവേഷനും ഇച്ചിരി കൂടെ നല്ല കാട്ടിൽ കൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ അതൊരു ആക്റ്റീവ് വോൾക്കനോ കൂടെ ആണല്ലോ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്കൊരു ഇച്ചിരി റിലാക്സ്ഡ്, ഭയങ്കര ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടുത്തെ 4 ആൾക്കാരില്ല ഇവിടെ. പിന്നെ ഇപ്പൊ ഇവിടെ മഞ്ഞ് മൂടി കിടക്കുക, ചെറുതായിട്ട് അവിടെ ഇവിടെ വെളിച്ചം കാണാം. പക്ഷെ അത് ഫോട്ടോ ഒന്ന് എടുക്കാൻ നോക്കുമ്പോഴേക്കും മഞ്ഞ് വന്ന് കവർ ചെയ്യാം. നമുക്ക് ഡ്രോൺ പറത്താനും പേടിയാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞാണ്. എവിടെങ്ങാണ്ട് വിസിബിലിറ്റി മിസ്സായി പോയി കഴിഞ്ഞാൽ അതിനെ റിസ്ക് എടുക്കുന്നില്ല. ഒരിച്ചിരി വിസിബിലിറ്റി വരുമ്പോഴേ ഡ്രോൺ പറത്തുന്നുണ്ട് ഞങ്ങൾ. ഇതാണ് വ്യൂ. ഇപ്പം ആൾക്കാരെല്ലാം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും സൺറൈസിന് കാത്തിരിക്കുക. സൺറൈസൊക്കെ ആയിട്ടുണ്ട്. മൊത്തം മഞ്ഞ് മൂടിയിരിക്കുക. ഹോട്ട് ചോക്ലേറ്റ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ടേസ്റ്റിനെക്കാളും ഉണ്ടല്ലോ ഇവിടെ ഇരുന്നും കൊണ്ട് ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു യോഗം ഉണ്ടല്ലോ, അതാണ്. നമുക്കിതിന് മണ്ടയ്ക്ക് വന്നിട്ട് ഹോട്ട് ചോക്ലേറ്റും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് കിട്ടുന്നത് നല്ലൊരു ഇതാണ്, എന്താ പറയുക, ഒരു നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു വ്യൂവും ആസ്വദിച്ചുകൊണ്ട് ഇതും ആസ്വദിക്കാൻ പറ്റുന്നത് അത് അതിനെക്കാട്ടും നല്ലൊരു ഫീലിംഗ് ആണല്ലേ. എങ്ങനെയുണ്ട് മോളെ, ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലോണം കഴിച്ചോണ്ടിരിക്കുക. കഴിക്കുന്ന ഇടയ്ക്ക് ഊന്ന് പറഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ ഗൈഡ് വന്നത് അവൻ പഴം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പഴം വേണ്ട, ഇത് തന്നെ ധാരാളമായി അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് നല്ലായിരുന്നു, ഹോട്ട് ചോക്ലേറ്റും നല്ലായിരുന്നു. ഇപ്പോൾ സൂര്യേട്ടൻ മാത്രം ചതിച്ചു. സൂര്യേട്ടൻ ചതിച്ചു. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കയറിയിട്ട് സൂര്യേട്ടൻ ചതിച്ചു. ഇത് നമ്മുടെ ഉണ്ടല്ലോ കൊടൈക്കനാൽ വട്ടക്കനാലിലെ ഒരു സീനായിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൊടൈക്കനാൽ. ഹരീഷ് ശ്രുതി ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊടൈക്കനാൽ വട്ടക്കനാൽ നമ്മൾ പിന്നെയും ചെയ്യണം. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. സൺറൈസ് ഒന്നും കാണാൻ കിട്ടിയില്ല, ഫുള്ള് മഞ്ഞ് വെച്ച് മൂടി കവറാക്കി ഇരിക്കുക. ഇനിയിപ്പം വേറെ സ്റ്റീം വരുന്നുണ്ട് ഇതിനകത്തുനിന്ന്. പഴയ ആക്റ്റീവ് വോൾക്കാനോ ആണല്ലോ, അപ്പോൾ ഇതിന് ഭൂമിയുടെ അടിയിൽ കൂടെ നല്ലോണം സ്റ്റീം വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റീമിനകത്ത് ഇവർ മുട്ടയൊക്കെ ബോയിൽ ചെയ്യും. നമ്മൾ മുട്ട നേരത്തെ കഴിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞ് ഇനി മുട്ട ഒന്നും ബോയിൽ ചെയ്യത്തില്ല, പക്ഷേ സ്റ്റീം വരുന്നത് കാണിക്കാം. ഞങ്ങൾക്കത് കാണുന്നുണ്ടായിരുന്നു, പിന്നെ ഇതിനെപ്പറ്റി മറന്നേ പോയി. പക്ഷെ സൺറൈസ് കാണാൻ പറ്റാത്തതിന്റെ ചെറിയ സങ്കടമുണ്ട്. ഇച്ചിരി ചെറുതല്ല, ഇച്ചിരി വലിയ സങ്കടം ഉണ്ടായിരുന്നു. സൂര്യേട്ടൻ ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ പുറത്തു വരാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ മഞ്ഞ് ഒരു രക്ഷയില്ല, പുറത്തിടുന്നേ ഇല്ല. ഓൾമോസ്റ്റ് 7 മണിയായി. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല. പക്ഷേ എന്തായാലും നല്ലൊരു അടിപൊളി ട്രെക്കായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങൾ നോക്കാം, ഇവിടെ എന്തൊക്കെ കവേർഡാണ്, എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ.
So this is the original lava rocks. Oh, okay. Then if you feel it, if you hold it, it is really light. Then you can try it, and we can break it up. See, Oh, that's really light. And Oh, look at this wow. side, so many holes. It's pretty light, isn't it? light. ഭയങ്കര ലൈറ്റാ. ഈ കല്ല് ലാവ റോക്കാണ് കേട്ടോ. അപ്പം ഇത് കാണാൻ ഹെവി ആണെങ്കിൽ ഇത് ഭയങ്കര ഇതാ എന്താ പറയുന്നത്, ലൈറ്റാ, കനയില്ല, ഡെൻസിറ്റി ഇല്ല. അപ്പം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നുണ്ട്. ലാവ റോക്കാണിത് കാണുമ്പോ. പക്ഷെ ഇതിന് നല്ല ഭാരമുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഇതില്ല. പിന്നെ അവര് പൊടിച്ചു കാണിച്ചു. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നുണ്ട്. ഒന്നും കാണില്ല, മൊത്തം മഞ്ഞ് മൂടി കിടക്കുക. ഇന്നലെ രാത്രി ഒരു മഴ പെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണോ ഈ മഞ്ഞെന്ന് അറിയത്തില്ല. ഇവിടെ വെച്ച് ഞങ്ങളുടെ ഓഡിയോ കട്ടായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം വോയിസ് ഓവർ ഇടുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ പുക വരുന്നതുണ്ടല്ലോ, ആക്ച്വലി ഇത് ഭൂമിൻ്റെ അടിയിൽ നിന്ന് സ്റ്റീം വരുന്നതാണ് കേട്ടോ. ഭൂമിൻ്റെ അടിയിൽ മാഗ്മയും ലാവയൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് വരുന്ന സ്റ്റീമാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റീമിൻ്റെ അടുത്ത് ചെറിയൊരു അഗർബത്തിയോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയോ കൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ സ്മോക്ക് ഭയങ്കരമായിട്ട് കയറി പടരും. ഈ സ്റ്റീമിനകത്ത് യൂഷ്വലി അവർ മുട്ട ബോയിൽ ചെയ്യുന്നത്. അത്രയ്ക്ക് ഹോട്ടാണ്. നമ്മളിപ്പം ആ സ്റ്റീമിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര നല്ല ടെമ്പറേച്ചറാണ്. അപ്പോൾ ഒരു ഇച്ചിരി നേരം, ഒരു മേ ബി ഒരു 10 or 15 seconds വേണമെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. കുറേ ആൾക്കാർ അവിടെ ലൈനിൽ നിങ്ങൾ കണ്ടില്ലേ, എല്ലാവരും പോയി ക്യൂ നിൽക്കുക ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടേ, ഇതാണ് അഗർബത്തി. നമ്മളിപ്പോൾ ഒരു ഇച്ചിരി അഗർബത്തി എടുത്തൊന്ന് കത്തിച്ച് ആ പുക ഇടുന്നകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് ഏതാണ്ട് റിയാക്ഷൻ ആവുന്നുണ്ട് ആ പുകയും ഈ അഗർബത്തിയായിട്ട്. അന്നേരം ഫുള്ള് കയറി പുക മൊത്തം കയറി നിറയുന്നുണ്ട്. കാണാൻ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. നമുക്ക് നേച്ചറിനകത്തൊക്കെ ഇങ്ങനെ ഒരു സംഭവം കാണാൻ കിട്ടുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ കണ്ടുകൊണ്ട് നമ്മുടെ ഗൈഡ് അഗർബത്തി എടുത്തിട്ട് ഒന്ന് ഇച്ചിരി അങ്ങോട്ട് ഊതി കൊടുക്കുമ്പോഴത്തേക്ക് പുക വരുന്നത് കണ്ട് അത് ആ സ്റ്റീമുമായിട്ട് റിയാക്റ്റ് ആയിട്ട് ഫുൾ പുകയാവുന്നതാണ്. സ്മെല്ലൊന്നുമില്ല, പക്ഷേ ഇച്ചിരി നമുക്ക് സൾഫറിൻ്റെ സ്മെല്ലാണ് വരുന്നത്. സെയിം ഇജനിൽ നമ്മൾ കയറിയപ്പം അതേപോലത്തെ സ്മെല്ലാണ് നമുക്ക് വരുന്നത്. ഇപ്പം ഞാനിവിടെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഒന്ന് ഊതി കൊടുത്താൽ മതി, അപ്പോഴത്തേക്ക് പുക കയറി നിറയുന്നുണ്ട് നിങ്ങൾ. ഉഫ്, അടിപൊളി. അഗർബത്തി സ്റ്റീമുമായിട്ട് റിയാക്ട് ആകുമ്പോഴാണ് ഈ പുക വരുന്നത്. അതിൻ്റെ എക്സാക്റ്റ് എന്തോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെ നടക്കുന്നതെന്നൊന്നും. പക്ഷെ കാണാൻ നല്ല ഭംഗി. അതുകൊണ്ട് എല്ലാവരും ഫോട്ടോ അതിനകത്തെടുത്ത് ഫോട്ടോ എടുക്കുന്നത്. നമ്മളും കയറി ഫോട്ടോ എടുത്തു. ചാൻസ് മിസ് ചെയ്യരുതല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഒരു 10-15 മിനിറ്റ് താഴെ ഇറങ്ങി കഴിയുമ്പം ബൈക്ക് വരുന്ന സ്പോട്ട് കാണാം. അപ്പം ഈ ബൈക്ക് നിങ്ങൾക്ക് താഴെ തൊട്ട് മുകളിൽ വരെ ഇവിടം വരെ കൊണ്ടുവരും. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ യാത്ര മുകളിലേക്കോട്ട്. തിരിച്ചു പോകുമ്പോഴും അത് തന്നെ, നിങ്ങൾക്ക് ഇവിടം വരെ വന്നിട്ട് പിന്നെ ബൈക്കിൽ അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊണ്ടുപോകും. മുകളിലോട്ട് വരാൻ നേരത്ത് ഓൾമോസ്റ്റ് ഒരു 1000-1200 രൂപയോളം ആകും. താപ്പോട്ട് പോകാൻ ഒരു 500 രൂപയോളം അകത്തേ ഉള്ളൂ. ആ പുറകെ കാണുന്ന നിങ്ങളുണ്ടല്ലോ, ബ്ലാക്ക് ലാവയാണ്. ലാവ മൊത്തം കത്തിച്ച് കളഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും കാണാം വർഷങ്ങൾക്ക് ശേഷം മൊത്തം കത്തിക്കരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ആൾക്കാർ ജീപ്പൊക്കെ എടുത്ത് ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്.
1963 കേട്ടോ ഇത് ഇറപ്റ്റ് ആയിട്ട് മൊത്തം കരിച്ചു കളഞ്ഞത്. അവിടെ കുറെ വില്ലേജസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്, അവരൊക്കെ മരിച്ചെന്ന്. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ ട്രെക്ക് കംപ്ലീറ്റ് ചെയ്തു. സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. രാവിലെ അവിടുന്ന് 7 മണിക്ക് എങ്ങാണ്ട് നമ്മൾ വിട്ടതാ. ഇപ്പം സമയം 8:30 ആയിട്ടുണ്ട്. ഇനിയിപ്പം അവിടുന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്കോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നല്ല ട്രെക്കായിരുന്നു. മേലെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും പുകയൊക്കെ കണ്ടതിൽ നല്ല സന്തോഷമുണ്ട്. തീ കൊളുത്തുമ്പം ജസ്റ്റ് ഫയറിന്റെ ഒരു ഇതില് പുക വരുന്നതൊക്കെ കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ പുറം നിങ്ങൾ വ്യൂ കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ ഇറങ്ങുമ്പോൾ ത്രൂ ഔട്ട് ഈ വ്യൂവും കണ്ടോണ്ട് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ കയറുന്നത് ഒരു വഴിയും ഇറങ്ങുന്നത് വേറെ വഴിയും കൂടെ. കാരണം എന്ന് വെച്ചാല് ഇറങ്ങിയ വഴി കൂടെ കയറാനും കയറിയ വഴിയെ കൂടെ ഇറങ്ങാനും പറ്റത്തില്ല. പിന്നെ ബൈക്ക് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ ഒരു പാതി വഴി വരെ ബൈക്ക് കയറിയിട്ട് അവിടെ നിന്ന് നടന്നു പോകാം. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ കയറി ഇരുന്ന് ഇപ്പം കയറി കാറിലിരുന്നു. ഇപ്പൊ തിരിച്ചു പൊക്കോണ്ടിരിക്കുക. ഇവിടെ വെച്ച് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വേറെ മറ്റു സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, അത് അടുത്ത വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. എന്നാ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോസ് ഷെയർ ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.